നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ പ്രിയങ്ക രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ല, പുറം ലോകം കാണാലോ. തനിക്കെന്താ സിനിമയിൽ അഭിനയിക്കണോ? എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ, പക്ഷേ അതിനുള്ള കഴിവുണ്ടാവണം. ഞാൻ ഹീറോയിനാകുന്ന പടം പുറത്തിറങ്ങിയാ പിന്നെ ഒരു നിമിഷം പോലെ ഞാൻ വരുണിന്റെ ജീവിതത്തിലോ ഈ കണിമംഗലത്തോ ഉണ്ടാവില്ല. എനിക്ക് പിന്നെ എന്റേതായ ലോകം. ആദ്യം സിനിമ നടക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. എന്താ മോളെ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാൻ ഏട്ടൻ നടക്കുന്ന കാണുകയായിരുന്നു. ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നീ ഇവിടുന്ന് പോയതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഞാനല്ലേലും ഇവിടെ സ്ഥിരം നിൽക്കേണ്ട ആളല്ലല്ലോ ഏട്ടാ. ഏട്ടനിങ്ങനെ കാണാൻ പറ്റിയല്ലോ, എനിക്കത് മതി. ആ മോളെ അധിക. അല്ല, വരുണും പ്രിയങ്ക ഇറങ്ങാറായില്ലേ? ഞാൻ അവരുടെ കൂടെ പോവാനാ വന്നത്. ആ അവരിപ്പോ വരും. ആ, അവരിറങ്ങുമ്പോ ആ വഴിക്ക് വരുമായിരുന്നല്ലോ. പിന്നെന്തിനാ രാധിക ബുദ്ധിമുട്ടിയത്? ഇവിടേക്ക് വന്നത് രാധയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നോട് പറഞ്ഞു. അയ്യോ സൂര്യ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്തിനാ വെറുതെ രാധിക ബുദ്ധിമുട്ടിയതെന്ന് ചോദിച്ചതാ. ഏട്ടത്തി ഇപ്പോ എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായി തിരക്കി തുടങ്ങിയിരിക്കുന്നു രാധിക. അതാ മോളെ, ആ മുത്തശ്ശി, മുത്തശ്ശി, നാളെ മ്യൂസിക് സ്കൂളിൽ എൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇവിടുന്ന് എല്ലാവരും കൂടി വരുമോ? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷെ ഇവരൊക്കെ ഉണ്ടാവും. ഇവരൊക്കെയാണല്ലോ അത് കാണേണ്ടതും ആസ്വദിക്കേണ്ടതും. പ്രോഗ്രാം നന്നാവും മോളെ. കൃഷ്ണഗീതയല്ലേ ആടാൻ പോകുന്നേ? അതെ. നിന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ വേറെ ഇല്ല. ഭഗവാൻ കൂടെ ഉണ്ടാവും ഏട്ടന്റെ മനസ്സും. അധികമൊന്നല്ലോ. അല്ല, നല്ല ചേർച്ചയുണ്ട് രണ്ടുപേരോട് ഇറങ്ങി വരുന്ന കാണാൻ. ഏട്ടത്തി എന്റെ വേഷം കൊള്ളാവോ? നന്നായിട്ടുണ്ട് പ്രിയങ്ക. മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലും ഇന്നുള്ള നായികമാരെക്കാളും ഭംഗി നിനക്കുണ്ട്. എന്തൊക്കെയായാലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ ഏട്ടത്തിന്റെ വായിന്ന് നല്ലത് കേൾക്കുന്നത് ആദ്യമായിട്ടാ. നീ ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അടുത്തിടെയായിട്ട് കൽപ്പന ഇങ്ങനെ ചില നല്ല വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ സൂര്യ, സൂര്യ ഇപ്പൊ എന്നെ കളിയാക്കുന്നതും ഒരു പതിവാക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചു കാലം എനിക്ക് വിട്ടതാ കൽപ്പന.
കൊറേ കാലം അനങ്ങാൻ പോലും വയ്യാതെ ഞാനിരുന്ന് കേട്ടതല്ലേ. ഏ? ആ, വരുൺ നമുക്ക് ഇറങ്ങണ്ടേ? അവിടെ സമയത്തിന് എത്തണം. എങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാം മുത്തശ്ശി. മോള് തിരിച്ചിങ്ങോട്ട് വരില്ലേ? ആ. ഇല്ല മുത്തശ്ശി, ഞാൻ അവിടെ നാട്ടുശ്ശേരിയിലേക്ക് പോകും. ഏട്ടാ, നടക്കാൻ തുടങ്ങിയെന്ന് വെച്ചിട്ട് ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മുടക്കരുത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും. ഞാൻ റിപ്പോർട്ട് ചെയ്തോളാം. പോരെ മാഡം? എന്നാ നമുക്ക് ഇറങ്ങാം. ശരി. അങ്ങനെ പ്രിയങ്ക രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ല, പുറം ലോകം കാണാലോ. ആ, തനിക്കെന്താ സിനിമയിൽ അഭിനയിക്കണോ? എനിക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ, പക്ഷേ അതിനുള്ള കഴിവുണ്ടാവണം. പ്രിയങ്ക, ഇത് വളരെ സിമ്പിളായ ഒരു സിറ്റുവേഷനാണ്. സട്ടിലായ ചില ഇമോഷൻസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, മറ്റൊന്നുമല്ല, ഒരു ഡാൻസ് പ്രോഗ്രാമിൽ പിഴവ് വരുത്തിയൊരു കുട്ടി അതിന്റെ സങ്കടം കൊണ്ട് കരയുമ്പോൾ അവൾക്കേറെ പ്രിയപ്പെട്ട ടീച്ചർ അവളെ ആശ്വസിപ്പിക്കുന്നു. ഇമോഷൻസ് എങ്ങനെ വേണമെങ്കിലും പ്രിയങ്കയ്ക്ക് ചെയ്യാം. ഡയലോഗ്സ് ആണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്. അറിയോ? ഓക്കെ? ചെയ്യാൻ സർ. ആ, ഓക്കെ. സിജു, ആ, കുട്ടി ഓക്കെ അല്ലേ? ആ, ഓക്കെയാണ് സാർ. പൊളിക്കണം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഓക്കെ പ്രിയങ്ക, ഓൾ ദി താങ്ക് യു സർ. ആ, സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ് സാർ. ആക്ഷൻ. എന്താ മോളെ, എന്താ പറ്റിയേ? എനിക്ക് തെറ്റിപ്പോയി ടീച്ചർ. അയ്യോ, അതിനിങ്ങനെ കരയാണോ വേണ്ടേ? നമുക്കേ കോൺഫിഡൻസ് കാണിക്കണ്ടേ? ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ? കരയണ്ട കേട്ടോ. കുട്ടികൾ തെറ്റ് വരുത്തുന്നതൊക്കെ സ്വാഭാവികമാ. അടുത്ത തവണ മോള് നന്നായിട്ട് ചെയ്താ മതി. കട്ട്. പ്രിയങ്ക ഓക്കെ ആണ്, പക്ഷെ ഞാൻ പറഞ്ഞൊരു സെറ്റിലിറ്റി ഉണ്ടല്ലോ, അത് അല്പം ഡിലേ ആയിപ്പോയി. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യാം സർ. ഓക്കെ, യു ക്യാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.